ഇന്നത്തെ വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണിത്. ഇത് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് പനിക്കൂർക്കയില വെച്ചാണ് കേട്ടോ. വളരെ നല്ലതാണ്, കുഞ്ഞുകുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലുമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. പനിക്കൂർക്കയുടെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ. നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഖാദിയുടെ പ്യുവർ ഗ്ലിസറിൻ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേസ് വേണം കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഏത് സോപ്പ് ഉണ്ടാക്കണമെങ്കിലും നമുക്കൊരു ബേസ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 500 ഗ്രാമിൻ്റെയാണ്. നമുക്കിത് വെച്ചിട്ട് കുറേ ടൈപ്പ് സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഖാദിയുടെയാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മോൾഡ് ഞാൻ വാങ്ങിച്ചു. ഈ മോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ വീടുകളിലുള്ള ഏതെങ്കിലും പാത്രങ്ങൾ ഒഴിച്ചാണെങ്കിലും നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാം. മോൾഡിന് ഏകദേശം ഒരു 100 രൂപയ്ക്ക് താഴെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു മോൾഡും കൂടി വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മളുടെ പനിക്കൂർക്കയിലൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 4 തണ്ട് പനിക്കൂർക്കയില എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പം 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ട് വാഷ് ചെയ്യണം. ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്കത് ചെയ്തെടുക്കാം. പനിക്കൂർക്കയില എല്ലാം ഞാൻ വൃത്തിയായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. പൊടിയും അഴുക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം. ഇപ്പം ഞാനിവിടെ നീര് കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു നീരാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്കൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാവേ. വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു മണം. നമുക്ക് എന്താ പറയുക, കുഞ്ഞു കുട്ടികളെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ പനിക്കൂർക്കയിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പം നമുക്കും ആ ഒരു നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ അലോവേരയുടെ സോപ്പ് ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ നീരൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ സോപ്പിൻ്റെ ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയൊന്നും ആവശ്യമില്ല. ചെറിയൊരു കഷ്ണം ഈ ഒരു വലുപ്പത്തിലുള്ളൊരു കഷ്ണമാണ് ഞാൻ എടുക്കുന്നത്. ഒരു സോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു ബേസിൽ നിന്ന് കുറച്ച് മുറിച്ചെടുക്കാം. അതിനുശേഷം അത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാവേ. ചെറിയ ക്യൂബുകളാക്കിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു ക്യൂബുകൾ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ള മറ്റൊരു പാത്രം കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ സോപ്പിൻ്റെ ബേസ് അങ്ങോട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ വേഗം തന്നെ മെൽറ്റായി കിട്ടും. കണ്ടോ, ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നമ്മളുടെ സോപ്പിൻ്റെ ബേസ് വേഗം തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. നന്നായിട്ട് വേഗം തന്നെ അലിഞ്ഞു വരും. അതിൻ്റെ കൂടെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത്, നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രം ചേർക്കുക, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളത് നമ്മളുടെ ആൽമണ്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നല്ലതാണ്, കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് മുടി ഉണ്ടാകാനും വളരെ നല്ലതാണ്. അപ്പോൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു പനിക്കൂർക്കയിലയുടെ നീരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ലൊരു കളറാണ്, നല്ലൊരു പച്ച കളറാണ്. നല്ലതാണ് സോപ്പ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിന് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ചൂടോടുകൂടി തന്നെ നമ്മൾ മോൾഡിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എങ്കിലാണ് നമുക്ക് വേഗം തന്നെ സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഞാനിവിടെ ആ മോൾഡിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മളുടെ സോപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത്. സോപ്പിൻ്റെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തത്. കണ്ടോ, ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒരു 4 മണിക്കൂറിന് മുമ്പ് തന്നെ എനിക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടി. പിന്നെ അലിഞ്ഞു പോകത്തേ ഇല്ല കേട്ടോ. 1 മാസമൊക്കെ വരെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്ക് നല്ലൊരു
സോപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പം വളരെ നമുക്കൊരു ഇഷ്ടം കൂടി തോന്നും കേട്ടോ. ഇതിനോട്, ഈ സോപ്പിനോട് നമുക്ക് വളരെയൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല ടിപ്സുമായി, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.